ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടും അതുപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഗ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാന് മേളിൽ മാപ്പിംഗ് നടത്തി ലൊക്കേഷൻ കണ്ടെത്തി നടത്തിയ കുറച്ച് ആക്രമണങ്ങൾ 2000-ലധികം ബോംബിങ് ഈ ഗ്രോക്കിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ ചൈനയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ചൈന 12,200 കോഴ്സുകൾ പഴയ കോഴ്സുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 12,200 കോഴ്സുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ 10,000 പുതിയ ഡിഗ്രി ആഡ് ചെയ്തിട്ടുണ്ട്, ന്യൂ ഡിഗ്രീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ 12,200 കോഴ്സുകൾ എടുത്ത് കളഞ്ഞത് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രികളാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഈ ഡിഗ്രി എടുത്ത് കളയാനുള്ള കാരണം എന്താണ്? അപ്പോൾ അവർ ഏതൊക്കെ മേഖലകളിലാണ് ഇത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്? ആർട്സ്, ഹ്യൂമാനിറ്റീസ്, ഫോറിൻ ലാംഗ്വേജസ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഫോട്ടോഗ്രാഫിക്സ്, കോമിക്സ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്, ഫാഷൻ ഡിസൈൻ, അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻസ്. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ ഗ്രാജുവേഷൻ ലെവലുള്ള കോഴ്സുകൾ, ഇതിൻ്റെ പല സബ് കാറ്റഗറിയിലുള്ള പല കോഴ്സുകളുണ്ട്. അതെല്ലാം തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാ ബാച്ചലർ ഡിഗ്രിയും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 12,200 കോഴ്സുകൾ അവർ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫ്യൂച്ചറില്ല എന്നുള്ള കണ്ടെത്തലിൽ ഇതിനെ റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം ഇത് പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ ജോലി കിട്ടാതെ ചൈനയ്ക്കുള്ളിലുണ്ട്. 15 മുതൽ 18% ചൈനയ്ക്കുള്ളിൽ ഈ മേഖലകളിൽ പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുന്ന കുട്ടികളിൽ ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള സ്റ്റഡി ബേസിസിലാണ് ഈ കോഴ്സുകൾ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി പുതുതായിട്ട് 10,000 കോഴ്സുകൾ അതിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, AI ടെക്നോളജി, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ. അപ്പോൾ ഇത്തരം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഗ്രാജുവേഷൻ കോഴ്സ് ചൈന പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? ഫോർ എക്സാമ്പിൾ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എടുത്ത് കളഞ്ഞ എന്തിനാണ്? കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചെറിയ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഫോൺ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഏത് ലാംഗ്വേജിൽ തിരിച്ച് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റർ വഴി അവർക്ക് കൃത്യമായിട്ട് ആ ഭാഷയിൽ അത് കേൾപ്പിക്കാൻ പറ്റും. അത്തരത്തിൽ ടെക്നോളജി ഡെവലപ്പ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലാംഗ്വേജ് കോഴ്സൊക്കെ ആവശ്യമില്ല എന്നുള്ളതാണ് ചൈനയുടെ തീരുമാനം. ഈ വേണ്ടാന്ന് വെച്ച കോഴ്സുകൾ പഠിച്ചിറങ്ങിയ കോളേജുകളിൽ 30% കോളേജുകൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൈനയ്ക്കുള്ളിൽ. അതിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ 15 മുതൽ 18% കുട്ടികൾക്ക് ജോലിയില്ല, അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇത് ദീർഘമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സർവേ ആൻഡ് സ്റ്റഡി നടത്തിയിട്ടാണ് ചൈന ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഇന്ന കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇവിടെ ജോബ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. ജോബ് മാർക്കറ്റിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് അവസരമില്ല. നേരെ മറിച്ച് IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് അവസരമുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു ബ്രിഡ്ജ്, ഇതെങ്ങനെ റിസോൾവ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ കോഴ്സുകൾ, ഈ 10,000 കോഴ്സുകൾ ഈ ജോബ് മാർക്കറ്റിനും ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയാൻ വേണ്ടിയിട്ട് ചൈന പുതുതായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കോഴ്സുകൾ. നമ്മുടെ ഇന്ത്യക്കുള്ളിലും ഇതേപോലെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നോക്കൂ, ഇന്ത്യക്കുള്ളിൽ സോഫ്റ്റ്വെയർ, IT സോഫ്റ്റ്വെയറിൽ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഇന്ത്യക്കുള്ളിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല സ്ട്രെങ്ത് ആ മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല രാജ്യങ്ങളിലും ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ പോയിട്ട് ഇന്ത്യക്കാർ പണിയെടുക്കുന്നത്. പക്ഷേ അതേസമയം ഇപ്പം നമുക്ക് ഡേറ്റാ സെൻറ്റർ പണിയണം. എന്താണ് നമുക്ക് വേണ്ടത്? ഡേറ്റാ സെൻറ്ററിന് വേണ്ടത് ഹാർഡ്വെയറിൽ കഴിവുള്ള കുട്ടികളാണ്. ഈ സോഫ്റ്റ്വെയർ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹാർഡ്വെയർ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഈ മാസീവ് ക്വാണ്ടിറ്റിയിൽ ഡേറ്റാ സെൻറ്ററുകൾ ഇനി ഇന്ത്യക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹാർഡ്വെയർ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഷോർട്ടേജ് ഉണ്ട് ഇവിടെ ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ സോഫ്റ്റ്വെയർ പഠിച്ചിറങ്ങിയിട്ട് ജോലി ഇല്ലാതിരിക്കുന്നവൻ പിന്നെ ഹാർഡ്വെയറിൽ എങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ പഠിച്ചിറങ്ങിയ കുട്ടി തന്നെ വേണം. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10 to 15 ഇയേഴ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് വേണം. ആ ബ്രിഡ്ജിലൂടെ വേണം ഈ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് കടത്തിവിടാൻ. എന്നാൽ പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റിൽ കൊണ്ട് അവരെ ഇരുത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷേ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടാവും. എങ്ങനെയാണ്? ഡിഗ്രിയും ഇതൊക്കെ പഠിച്ചിട്ട് ഇതേപോലെയുള്ള ആർട്സും ഈ ഉള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് കുട്ടികളിങ്ങനെ വെറുതെ നിൽക്കും. കാരണം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മേഖല ഇവിടെ ഇല്ല പണിയെടുക്കാൻ. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടേ പോകും. കാരണം എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഡംപായിട്ടുള്ള ഓൾഡ് കോഴ്സുകൾ പഠിച്ചിറങ്ങാണേ പുറത്ത്.
എന്നിട്ട് ജോലിയില്ല, യുവാക്കൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് കയറി പോയാലോ കിട്ടുന്ന ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഈ പുറം രാജ്യങ്ങളിലേക്ക് പോയി കിട്ടുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന എന്തിനാണ്? കമ്പാരിറ്റീവ്ലി ഇവിടത്തെക്കാളും കറൻസി മൂല്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് മാന്യമായിട്ടുള്ള തുക മാസം തോറും വീട്ടിലേക്ക് അയക്കാനും, അതുകൊണ്ട് ലോൺ എടുത്തെങ്കിലും ഒരു വീട് വാങ്ങിക്കാനും, അത് തിരിച്ചടയ്ക്കാനും, ലോണിൽ വണ്ടി വാങ്ങിക്കാനും, അതുപോലെ പല കാര്യങ്ങളും നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗ്രാജുവേറ്റ് പഠിച്ചിട്ട് പോയാലും അല്ലെങ്കിൽ MBA കഴിഞ്ഞിട്ട് മാസ്റ്റർ ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് പോയ ആൾക്കാർ പോലും സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പണിയെടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ നാട്ടിൽ പണിയെടുക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ഇപ്പം സ്വന്തം വീടായി, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ജീവിച്ചു പോയാൽ മതി, അന്നുള്ള ആഹാരം കഴിച്ച് ജീവിച്ചു പോയാൽ മതി എന്നുണ്ടെങ്കിൽ നാട്ടിൽ പണിയെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള സ്വത്ത് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ ശമ്പളം വെച്ചിട്ട് പറ്റില്ല. അതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ആൾക്കാർ നാട് വിടുന്നത്. അപ്പോൾ ഇവിടെ നാട് വിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലും നല്ല രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്ന ജോലി ഇല്ലെന്ന് വെച്ചാൽ ജോലിയുണ്ട്. ടെക്നോ പാർക്കിൽ IT ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,000-ന് മുകളിൽ ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള ജോലികളുണ്ട്. പക്ഷെ അതെല്ലാം എല്ലാവർക്കും സാധ്യമാണോ? ആ പ്രത്യേക കോഴ്സ് പഠിച്ച് പോയവനല്ലേ സാധിക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള പുതുതായിട്ട് ഓപ്പൺ ആകുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഏത് മേഖലകളിലേക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നത്, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ പ്രൊപ്പോസ് ചെയ്യണം. അങ്ങനത്തെ കോഴ്സുകൾ പ്രൊപ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ എംപ്ലോയിയെ കിട്ടാത്ത മേഖലകൾ ഏതാണ്, ഇവിടെ വെറുതെ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ചൊറിയും കുത്തിയിരിക്കുന്ന എത്ര കുട്ടികളുണ്ട്, അവർ പഠിച്ച് പൂർത്തിയാക്കിയ കോഴ്സുകൾ ഏതാണ്, ആ കോഴ്സ് പഠിച്ചവർ എത്ര കാലം കൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്നു, ഈ ജോലി ഇല്ലാതിരിക്കുന്ന ഫസ്റ്റ് ബാച്ച് ഇതാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയ ആൾക്കാരിൽ പരമാവധി പേര് ഈ കോഴ്സ് പഠിച്ചിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണോ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി അത് റദ്ദാക്കേണ്ട കോഴ്സാണെന്നുണ്ടെങ്കിൽ റദ്ദാക്കിയിട്ട് കുട്ടികളെ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടണം. ഇത് ഗവൺമെൻറ് നടത്തേണ്ട പരിപാടിയാണ്. ചൈനയിൽ നടത്തിയത് കൊണ്ട്, അത് വായിക്കാനിടയായത് കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചതേ ഉള്ളൂ. കാരണം അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഓൾമോസ്റ്റ് സിമിലറായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും ചൈനയും. കാരണം പോപ്പുലേഷൻ അത്രമാത്രമുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്റ്റഡി, ഒരു ഡീപ്പ് അനാലിസിസ് ആവശ്യമാണ്. അതായത് ലക്ഷക്കണക്കിന് കുട്ടികൾ +2 കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കോളേജുകൾ വേണം, ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ മതി എന്നുള്ള തരത്തിലൊക്കെ ഇവിടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നെങ്കിൽ ആ പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റിന് സാധ്യതയുള്ള മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എംപ്ലോയ്മെൻറ്റിന് സാധ്യതയുള്ള മേഖലകളുണ്ട്. MEP മേഖലകൾ, അത് മെയിൻ്റനൻസ് വർക്ക്, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ആശാരിപ്പണി, ഇത്തരത്തിലുള്ള ചെറിയ പ്രൊഫഷണലായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കുന്ന ഓൺ വർക്കുകൾ, ഇതിനൊക്കെ അവരവർ തന്നെയാണ് ഓണർ. അതായത് പണ്ട് ഒരു ദിവസം മൊത്തം പോയിട്ട് ഏതെങ്കിലും ഒരു പൈപ്പ് ഫിക്സ് ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ വാഷ് ബേസിൻ്റെ കണക്ഷൻ ഫിക്സ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഫിക്സ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം മൊത്തം നമ്മൾ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 700-800 ആ ഒരു ഡെയിലി വേജസും, അതുപോലെ ഈ സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റും കൂടി ആയിരിക്കും കിട്ടുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോറിൻ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെയാണ്, ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക അവേഴ്സിന് വേണ്ടിയിട്ട് അവരെ ഹയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേക അവേഴ്സിന് വേണ്ടിയിട്ട് അവരെ ഹയർ ചെയ്യുക, ആ കൃത്യമായിട്ട് ആ പണിക്ക് വേണ്ടിയിട്ട് അവർ വരും. എന്നാലും നമ്മൾക്ക് ഏതൊക്കെ സാധനങ്ങളാണോ നമ്മൾ സ്പെയർ പാർട്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അതിൻ്റെ പൈസ കൊടുത്ത് ആ സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. അതേസമയം ആ പണി ഒരു 20 മുതൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ആ പണി തീർത്തിട്ട് ഒരു ദിവസം മൊത്തം മെനക്കെട്ട് നിന്ന് വാങ്ങിക്കുന്ന ശമ്പളം ആ 1 മണിക്കൂറിൽ വാങ്ങിച്ചിട്ട് പോകും ആൾക്കാർ. വിദേശ രാജ്യങ്ങളിലെ വെസ്റ്റേൺ കൺട്രീസിൽ, ഇപ്പോൾ UK, കാനഡ, അമേരിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്ന ജോലി MEP ആണ്. മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഞാൻ തമാശ പറയുന്നില്ല, നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കും. ആ ജോലിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം അതിന് ആൾക്കാരില്ല. നമ്മുടെ നാട്ടിലും ഇനി ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു ഏരിയ, ഒരു 500 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള, അല്ലെങ്കിൽ ഒരു 150 അല്ലെങ്കിൽ 250 സറൗണ്ടിങ്ങിലുള്ള വീടുകൾക്ക് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ആപ്പ് നിർമ്മിക്കുക, ആ വീടുകളിലേക്കുള്ള കംപ്ലൈൻറ്റുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് കാലം എടുക്കും, ഒരു 6 മാസമൊക്കെ എടുക്കും. പിന്നെ ഇതെല്ലാം തന്നെ സർവീസ് അനുസരിച്ച് പരിചയക്കാരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇന്നയാൾ വന്നു, വൃത്തിയായിട്ട് പണി ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലീഡ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഈ പ്ലംബിംഗ് വർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതേപോലത്തെ MEP വർക്കുകൾ ഇല്ലാത്ത വീട് ഇല്ല, ചുരുക്കി പറഞ്ഞാൽ. അതിനാണ് ഇനി സ്കോപ്പ്. ഇപ്പോഴത്തെ വീടുകളൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. CCTV ആയി, ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷനാണ്. ഫോറിൻ രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ, അതായത് ഗൾഫിലും അമേരിക്കയിലും UK ഇരുന്നുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ
ലൈറ്റ് ഇടാം, ലൈറ്റ് ഓഫ് ആക്കാം, ക്യാമറ ഓൺ ആക്കാം, പല പരിപാടികളും ചെയ്യാം. അത്തരത്തിലുള്ള ടെക്നോളജിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖല നല്ല സ്കോപ്പുള്ളൊരു മേഖലയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പോയിട്ട് ഉടനെ ITIയിൽ ചേർന്ന് പ്ലംബിങ്ങും ഇലക്ട്രീഷ്യൻ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ജീവിക്കാനുള്ള മാർഗം, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ജോലിയില്ല എന്ന് പറഞ്ഞില്ലേ, ജോലിയൊക്കെ ഉണ്ട്. ജോലി നമ്മൾ കണ്ടെത്തിയ ജോലിയൊക്കെ കിട്ടും. നമ്മൾ തിരഞ്ഞു പിടിക്കണം. പിന്നെ ഏത് ജോലിയും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും കൂടി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഞാൻ വൈറ്റ് കോളറാണ്, ഞാൻ ഇതുപോലെ ഗ്രാജുവേറ്റ് ആണ്, മാസ്റ്റർ ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ MBA ആണ്, ഞാൻ ഇങ്ങനെ പണിയൊന്നും എടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല, ജീവിക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് ഈ കോക്രോച്ച് പാർട്ടികളൊക്കെ ചേർന്ന് പ്രവർത്തിക്കാം. ഇനിയിപ്പം ഈ ഇലോൺ മസ്കിൻ്റെ ഈ ഗ്രോക്ക്, അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. പെൻറ്റഗനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ പെൻറ്റഗൻ, അവരുടെ ഡിഫൻസിൻ്റെ കാര്യാലയം. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഗ്രോക്ക് എന്ന് പറഞ്ഞ AI ആപ്പിൻ്റെ അതിൽ നിന്നും അവർ മോഡിഫൈ ചെയ്ത് വേറൊരു ആപ്പ് അവർ ഇറക്കിയിട്ടുണ്ട്. കോൺഫിഡൻഷ്യലാണ്. മാവിൻ സ്മാർട്ട് സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുന്നത്. മാവിൻ സ്മാർട്ട് സിസ്റ്റം, MSS. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ഈ ഗ്രോക്കിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഗ്രോക്കാണല്ലോ കോമൺ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്രൂ കംപ്ലീറ്റ് ഡേറ്റ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് ഇറാൻ്റെ ഉള്ളിൽ എവിടെയെല്ലാം എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, ഏതെല്ലാം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്, എന്തെല്ലാമാണ് ഗവൺമെൻറ് ഒഫീഷ്യൽ സ്ഥാപനങ്ങൾ, IRGC റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഗ്രോക്കിൽ നിന്നും എടുത്ത് ആ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഹിറ്റ് അമേരിക്കൻ ആർമി നടത്തിയത് ഈ ഗ്രോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതോടുകൂടി ഇലോൺ മസ്കിന് വീണ്ടും ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞില്ലേ, മറ്റേ സൗജന്യ പാലസ്തീൻ, ഫ്രീ പാലസ്തീനിലെ ആൾക്കാർ, അമേരിക്കയിലുള്ള ഫ്രീ പാലസ്തീനികൾ ഇപ്പോൾ ഈ എലോൺ മസ്കിനെതിരായിട്ട് രംഗത്തിറങ്ങും. ഓൾറെഡി തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് നിംബസ് പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പ്രോജക്റ്റ് നിംബസ് ശരിക്കും ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് AI സ്കെച്ച് ഇട്ട് കൃത്യമായിട്ട് സ്ഥലങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് നിംബസ് ത്രൂ ആയിരുന്നു. അപ്പം അവിടെ ഡേറ്റ ശേഖരണം നടത്തുന്നതും, അതിന് ഗൂഗിൾ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമാണ് അവർ ഉപയോഗിക്കുന്നത്, ഇസ്രായേൽ, ഈ പ്രോജക്റ്റ് നിംബസ്. അപ്പം അതിനെതിരെയാണ് ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഫ്രീ പാലസ്തീൻ വാക്കൗട്ട് നടത്തിയത്. അതുപോലെ ഇപ്പോൾ എലോൺ മസ്കിനെതിരെയും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾറെഡി തന്നെ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയെ ഇലോൺ മസ്ക് ട്രംപിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും അതേപോലെ ട്രംപിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പാർട്ടിപരമായിട്ട് ഈ ടെസ്ല എന്ന് പറഞ്ഞൊരു കമ്പനിയെ തഴഞ്ഞിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് ശരിക്കും ടെസ്ല കമ്പനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ എലോൺ മസ്കിന് നേരിടേണ്ടി വന്നു. പിന്നീട് എലോൺ മസ്ക് ട്രംപിൻ്റെ നിന്ന് മാറിപ്പോയി, ഞാൻ സെപ്പറേറ്റ് പാർട്ടി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, പൊതുജനങ്ങളുടെ ഇടയിൽ ഞാനൊരു കോമൺ മാൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്ന രീതിയിൽ പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇലക്ഷനിൽ നിന്നും പങ്കെടുക്കുന്നൊന്നുമില്ല, പക്ഷേ ഒരു പ്രത്യേക പാർട്ടി എന്നുള്ള നിലയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെതിരെ 2-3 സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞ് ആ ഒരു ഡാമേജ് നികത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം എലോൺ മസ്ക് തന്നെയാണ് ഏറ്റവും വലിയ ട്രില്യനിയർ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എലോൺ മസ്കിനോട് സ്വാഭാവികമായിട്ടും അസൂയുള്ള ആൾക്കാർ കുറേ ഉണ്ട്. കാരണം ഈ വളർന്നുകൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ ഏറ്റവും കാശുള്ളവനെതിരെ എപ്പോഴും ഇങ്ങനൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. അതെന്തായാലും എലോൺ മസ്കിനെതിരെ ഉണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ ഇലോൺ മസ്കിൻ്റെ ഈ ഒരു ഗ്രോക്ക് ആപ്ലിക്കേഷൻ ത്രൂ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ ആക്രമണം ശരിക്കും ഇലോൺ മസ്കിൻ്റെ X പ്ലാറ്റ്ഫോമിന് പോസിറ്റീവും അതേസമയം നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഡേഞ്ചറാണ്. കാരണം ഇത്തരത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഗവൺമെൻറ്റിന് അതുപോലെ ഡിഫൻസ് മേഖലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രോക്ക് ആപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് പെൻറ്റഗണിന് സഹായിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ, ഈ രേഖകൾ, ഈ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യേണ്ട ഈ രേഖകൾ പെൻറ്റഗന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പല AI ആപ്പുകളുണ്ട്. OpenAI, ChatGPT ഉണ്ട്, അങ്ങനെ പല ലാർജ് ലാംഗ്വേജ് മോഡൽ ആപ്പുകളുണ്ട്. പക്ഷേ ഗ്രോക്ക് ഈ വിഷയം, ഈ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട ഡേറ്റ ഗവൺമെൻറ്റിന് കൈമാറി. തീർച്ചയായിട്ടും അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അമേരിക്കയുടെ കംപ്ലയൻസസിന് വിധേയമാണ്. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേ പറ്റൂ, അത് വേറെ കാര്യം. അത് കൊടുക്കാതെ അവിടെ നിലനിൽക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇത് എലോൺ മസ്കിൻ്റെ കമ്പനിക്ക് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു പേടിയും ഇലോൺ മസ്കിനുണ്ട്. പിന്നെ എലോൺ മസ്ക് അല്ലേ, ഒരു ഗ്രോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പേരിൽ വേറെ ഒന്നും തുടങ്ങും. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ള വിഷയം, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും 2000 സ്ഥലങ്ങൾ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഗ്രോക്ക്
സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ AI ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഒരു കൺസേൺ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.